എന്റെ ഭാര്യ. ഒളിഞ്ഞു നോക്കുമ്പോൾ ഇവളെ കാണാൻ ഒരു ചന്തമുണ്ട്. പക്ഷെ കൂടെ കിടത്താൻ കൊള്ളില്ല. നാക്കെടുത്താൽ തെണ്ടിത്തരമേ പറയൂ. ഇവിടെ ഇവിടെ നോക്കടി. ആരാ അത്? ആരാ? രാജേട്ടനാണോ? അത് കൊള്ളാം. അപ്പം നിനക്കൊരു രാജേട്ടനുണ്ട്. അത് ശരി. എന്നെ തെറി പറഞ്ഞു ഓടിച്ചതിനുള്ള രഹസ്യം ഇപ്പൊ എനിക്ക് പിടികിട്ടിയടി. ഓ, നിങ്ങളായിരുന്നോ? പിന്നെ ആരാണെന്ന് കരുതിയാടി നീ തിടുക്കത്തിൽ വാതിൽ തുറന്നേ? ഞാൻ വിചാരിച്ചു വല്ല പട്ടിയോ പൂച്ചയോ ആയിരിക്കുന്നു. അതേടി, ഞാൻ നിനക്ക് പട്ടിയാ. രാജേട്ടനല്ലേ നിനക്ക് ദൈവം. ആരാടി നിന്റെ ഈ രാജേട്ടൻ? രാജേട്ടൻ ഇവിടെ അടുത്തുള്ളതാ. കൗശലേട്ടന് പുഴമീൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അയാളാന്ന് കരുതി. അങ്ങനെ സത്യം പറയടി. ഒരു മീൻകാരനായിട്ട് പോലും ചുറ്റിക്കറങ്ങുന്ന നിന്നെയാണല്ലോടി ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കെട്ടിയത്. എടി, ഈ സമയത്ത് ഞാൻ പുഴയിൽ പോയി ഒരു ബണ്ട് കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ വേനൽ സമയത്ത് നീന്തി കുളിക്കായിരുന്നു. എവിടെയാണ് നിന്റെ ചേട്ടന്മാര്? അവന്മാരെ കുത്തി കുടലെടുത്ത് ഈ വീടിന്റെ മുന്നിൽ ഞാൻ തോരണം കിട്ടൂടി, തോരണം. എടാ അളിയാ, ഇറങ്ങിപ്പോ. അവന്റെ കാര്യം ഇന്നും കട്ടപ്പക. നീ വാ. ഗുഡ് നൈറ്റ് കൗശലേട്ടാ. പാഞ്ചാലിക്ക് സൗഗന്ധികം പറിച്ചു കൊടുക്കാൻ ഭീമൻ വേണം. പക്ഷേ കിടപ്പറയിൽ പ്രവേശനമില്ല. ദുശാസനന്റെ തുടകടിച്ച് തകർക്കാനുള്ള കരുത്ത് ഭീമസേനയുള്ളൂ. അതാരും മറക്കണ്ട. എങ്കിൽ വാടോ, എന്റെ തുട ഫ്രീയാ. ആരാവിടെ? ഒരു ഭീമസേനോ? എന്തിനാ അളിയ ഇങ്ങോട്ട്? ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വന്നതാണ് അളിയ. മടിച്ചു നിൽക്കാതെ വാളിയ. ഇന്നാ എന്റെ തുട അടിച്ച് പൊട്ടിക്ക്. എന്റെ ഭാര്യക്ക് വേണ്ടെങ്കിൽ എന്തിനാളിയ എനിക്ക് തൊട? അടിക്ക്, പൊട്ടിക്ക്. എന്തിനാ അളിയ പൊട്ടിക്കാൻ ഈ പാതിരാക്കി ഇങ്ങോട്ട് കയറി വന്നത്? മാളവിക എങ്ങനെ അറിഞ്ഞാൽ? എന്റെ ഭാര്യയെ കാണാൻ വന്നതാണ് അളിയ. പക്ഷെ അവൾ എന്നെ പുറത്താക്കി വാതിലടച്ച് കളഞ്ഞളിയ. എന്റെ വിധിയും അതാണ് അളിയ. അതും അടച്ചോ? ഞാനൊരു ഭീമൻ, നീ മറ്റൊരു ഭീമൻ. സാറേ, വലിയ മീനൊന്നും കിട്ടിയില്ല. കുറച്ച് കരിമീൻ ഇങ്ങത്താ. രാജേട്ടന് സ്മോൾ അടിക്കണോ? അയ്യോ, അത് പിന്നെ. എന്നാ വാ, ഇതൊക്കെ വെട്ടിക്കണ്ടിച്ച് അടുപ്പിലാക്ക്. ഒന്ന് അനങ്ങി അനങ്ങി നടക്ക് രാജേട്ടാ. എന്റെ ഈശ്വരാ, ഇതാണോ രാജേട്ടൻ? ഞാൻ എന്റെ ഭാര്യ വെറുതെ സംശയിച്ച് എന്റെ പതിവൃതേ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ നീ ദേഷ്യപ്പെടരുത്. എന്നോടൊരു കാര്യം പറയാൻ ചേട്ടൻ എന്തിനു പേടിക്കണം? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പറയട്ടെ? പറയൂ. കൗശലന്റെ പണവും സഹായവും ഗിഫ്റ്റും ഒക്കെ നിനക്ക് വേണം. പക്ഷേ ശരിക്കും നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ചേട്ടൻ പറഞ്ഞത് സത്യം. ശരിക്കും എനിക്ക് ചേട്ടനോട് മാത്രമേ സ്നേഹമുള്ളൂ. ചേട്ടനല്ലേ എന്റെ കഴുത്തി താലി കെട്ടിയത്. പിന്നെ ചേട്ടന്റെ നിർബന്ധം കൊണ്ട് ഞാൻ കൗശലിയേട്ടനെ ഗൗനിക്കുന്നു, അത്രേ ഉള്ളൂ. അത് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ വേറൊരു കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അയ്യോ, പുള്ളി കല്യാണം കഴിച്ചാൽ എനിക്ക് സ്വൈരം കിട്ടും, അല്ലാതെന്താ? വിഡ്ഢിത്തരം പറയരുതെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ? അതെങ്ങനെ? എന്നെ ഭരിക്കുന്നതിനല്ലേ നിനക്ക് സാമർഥ്യമുള്ളൂ. എടി മാളൂ, അവനൊരു കല്യാണം കഴിച്ചാല് ഈ വീട് നമ്മൾ അവന് വിട്ടുകൊടുക്കണ്ടേ? നിന്റെ കുടുംബം കടമൊന്ന് മുടിഞ്ഞു കിടന്നപ്പോഴല്ലേ നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്? എന്റെ ഭാഗത്തുള്ള സ്വത്തെല്ലാം എടുത്ത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ചികിത്സ നടത്തി. അവരുടെ 16 അടി യന്ത്രത്തിന്റെ ചെലവ് പോലും കൗശലല്ലേ നടത്തിയത്?